ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓണമായിട്ട് രണ്ട് അപ്പൂപ്പന്മാരും കൂടി മോന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ ഉള്ള അവസ്ഥയാണിത്. ആദ്യമായിട്ടാണ് ഒരു കടയുടെ മുമ്പ്, അതും തുണിക്കടയുടെ മുമ്പ് തുണി എടുക്കാൻ വേണ്ടിയിട്ട് കട തുറക്കണതിന് മുമ്പ് ഇത്രയും ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടത്. 11 മണി ആയപ്പോഴത്തേക്കും മറ്റേ സദ്യാലയത്തിൽ സദ്യ ഫസ്റ്റ് പന്തിക്ക് കഴിക്കാൻ കയറുമ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയത്. അപ്പോൾ ഓണമൊക്കെ ഇല്ല, എല്ലാവരും അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ജോർദാൻ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെ എത്തി പെട്ടെന്ന് വാ, ബോറടിക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷമാണ്. അവൻ ഇവിടെ വീട്ടിൽ മൾബറി ഉണ്ട്, ചെറിയ മൾബറി. അപ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ട് പറിച്ച് വെച്ചിട്ട് ഓടിക്കൊണ്ടുവരണമെന്നാണ് ഈ കാണുന്നത്. അപ്പോൾ പിന്നെ വന്നിട്ട് ചാച്ചൻ റോട്ടിൽ സാധാ വരുമ്പോഴത്തേക്ക് റോഡിലാണ് വണ്ടി ഇടാറ്. അപ്പോൾ ഇന്ന് അവിടെ റോഡ് പണിയൊക്കെ നടക്കണോണ്ട് വണ്ടി വീട്ടിനകത്തോട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവൻ തന്നെ മിണ്ടാതെ അങ്ങ് തിന്നെയാണ്. അവൻ കുഞ്ഞിലേ തൊട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് മൾബറി ഉണ്ട്. അപ്പോൾ അവൻ എൻ്റെ അമ്മയെ വിളിക്കുന്ന പേര് തന്നെ മൾബറി അമ്മാമി എന്നാണ്. അങ്ങനെ മൾബറി അമ്മാമിയുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അവൻ 2 ദിവസം കൊണ്ട് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. സ്കൂൾ അടച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ വീട്ടിൽ ഇഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരണ വഴിയിൽ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബോളിയും പായസമാണ് അവൻ്റെ ഫേവറേറ്റ്. ഡ്രസ്സ് പോലും വേണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ബോളിയും പായസവും വാങ്ങിച്ച് കൊണ്ടുപോയതാ. ആ സന്തോഷമാണ് കാണുന്നത്. ഇടയ്ക്ക് വെച്ച് ബോളിയും പായസമൊന്നും കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ കള്ളം പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. സർപ്രൈസായിട്ട് എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പിന്നെ ബിസ്ക്കറ്റും പിന്നെ അവന് കുറച്ച് ഡ്രസ്സും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഭയങ്കര ആകാംക്ഷയിൽ നോക്കണതാണ് ഈ കാണുന്നത്. അച്ഛനമ്മയെ കാണാനല്ല, ബോളിയും പായസത്തിനാണ് വെയിറ്റ് ചെയ്തിരുന്നത്. പാത്രം എടുത്തിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തന്നെ ഉച്ച സമയമായിരുന്നു. ഒരു 1 മണിയൊക്കെ ആയി. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അമ്മയുടെ ചോറും കറിയൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോഴത്തേക്ക് അവന് ചോറൊന്നും വേണ്ട. ഞങ്ങൾ കൊണ്ടുവന്ന ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസ്ക്കറ്റ് കഴിച്ച് കഴിഞ്ഞ് മധുരമുള്ള കഴിച്ച് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ തോന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ചോറിന് ഇവിടെ നിന്ന് അമ്മ കോവയ്ക്ക ഉണ്ടായിരുന്നു, കോവയ്ക്ക ഒഴുക്കുവരട്ടി, മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ അവിയലും, പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ചൂര മീൻകറി ഉണ്ടായിരുന്നു. അതുപോലെ നേരത്തെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന തലേ ദിവസത്തെ മീൻകറി, അത് അയല മീൻകറി സൂപ്പർ ടേസ്റ്റാണ്. അമ്മ മീൻ ചട്ടിയിൽ ഇങ്ങനെ വറ്റിച്ച് വയ്ക്കുന്ന നല്ല ടേസ്റ്റാണ് തലേ ദിവസം. അതായത് തലേ ദിവസത്തെ മീൻകറിയാണ് ഇന്ന് വയ്ക്കണ മീൻകറിയേക്കാളും എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കുകയാണ്. എന്താ കയ്യില്? തേങ്ങ. ഈ തേങ്ങയുടെ അവൻ കൈ കൊണ്ട് പൊതിച്ചിരുന്നു. എങ്ങനെ പൊതിച്ചടാ കൈ കൊണ്ട്? ഇളവിരുന്ന് കാണുന്നത് നനഞ്ഞിട്ടേ. പിന്നെ എങ്ങനെ കൈ കൊണ്ട് നുള്ളി തൊലിച്ച് ഇങ്ങനെ വലിച്ച അവിടെ പൊടിയാവോടാ? കഴിവിയൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ ഇരുന്ന് ഞാൻ വെട്ടിപ്പൊളാൻ 2 ദിവസം കൊണ്ടാണ് ഇത് പൊതിച്ചത് തേങ്ങ. ഇവിടെ ഇതാണ്ട് ഈ കുഴി ഉണ്ടല്ലോ, ഇവിടെ എത്തുമ്പോ തുറക്കാൻ പറ്റൂല. പിന്നെ അങ്ങനെയൊക്കെ ചവിട്ടി പിടിച്ചു വെച്ചിട്ട് വലിക്കും. വേറെ ജോലിയില്ലല്ലേ, ചുമ്മാ ഇരിക്കുകയല്ലേ. എന്തെങ്കിലും ജോലി വേണ്ടേ? ബോറടി മാറാൻ ചോദിച്ചാൽ എങ്ങനെയാ ചെയ്തോണ്ടിരുന്നത്? അമ്മാവക്ക് തേങ്ങ പൊതിച്ചിട്ട് വെച്ചിട്ടില്ലെന്ന് വേണ്ടല്ലോ. 2 പൊതിച്ചാ കണ്ട. ഇവിടെ ഉണ്ടായ പഴവും ഒരു വളമില്ലാത്ത അടിപൊളി പഴം. ഓണത്തിന് കറക്റ്റ് സമയത്ത് നമുക്ക് കറക്റ്റ് കിട്ടി പഴം. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്